അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ തജ്വീദിലെ രണ്ടാമത്തെ പാഠമായ തഹ്സീനു തിലാവ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. തഹ്സീനു തിലാവ എന്ന് പറഞ്ഞാല് പാരായണം നന്നാക്കുക. ഇനി പാഠഭാഗത്തേക്ക് നോക്കട്ടെ എല്ലാവരും. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നല്ല മനോഹരമായ ശബ്ദം വേണം. അതുപോലെ സ്പീഡൊന്നും പറ്റൂല. ആകർഷണീയമായ ശൈലിയിലൊക്കെ വേണം നമ്മൾ ഓതാന്. അതിനാൽ നാം അപ്രകാരം പാരായണം ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ ഖുർആൻ ഓതിയാൽ എന്താവും? അള്ളാഹുവിനും അവന്റെ റസൂലിനും നമ്മളെ ഇഷ്ടമുണ്ടാവും. അപ്പൊ അള്ളാഹും അവന്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ എന്താവണം? നല്ല ശൈലിയിലും ഈണത്തിലും മനോഹരമായ ശബ്ദത്തിലൊക്കെ വേണം ഓതാന്. സ്പീഡിൽ ഓതി പോവരുത്. ഞാൻ ബോക്സ് നോക്കട്ടോ. അള്ളാഹു പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. സൂറത്തുൽ മുസമ്മിലിൽ ആയത്താണ്. എന്താ പറയണറിയോ? നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. അപ്പൊ ഖുർആനിൽ തന്നെ അള്ളാഹു നമ്മോട് പറയണത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോ എന്താവണം? സാവധാനം ഓതണം. എങ്ങനെ? നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല ഭംഗിയായിട്ട് ഓതണം. അപ്പൊ ആ രൂപത്തിൽ വേണം നമ്മൾ ഓതാൻ കേട്ടോ. അതുപോലെ അടുത്ത ബോക്സിൽ നോക്കി നിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. എന്താ പറയണറിയോ? സയ്യിനു, നിങ്ങൾ എന്തായിക്കോളി? മനോഹരമാക്കിക്കൊള്ളിൽ ഖുർആനെ ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട്. അതിന്റെ അർത്ഥം നോക്കി നിങ്ങള്. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ അഥവാ ഖുർആൻ പാരായണത്തെ നിങ്ങൾ എന്തായിക്കോളി? മനോഹരമാക്കിക്കോളി. അപ്പൊ ഇത് ഇതിന്റെ അർത്ഥമൊക്കെ പഠിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ വറത്തിലിൽ ഖുർആന തർത്തീലാന്നുണ്ടല്ലോ, അതും അതിന്റെ അർത്ഥവും പഠിക്കുക. ഇനി അടുത്ത ബോക്സ് നോക്കുക. പാരായണത്തിൽ ശബ്ദഭംഗിയും ശൈലിയും സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണിത്. അഥവാ ഇങ്ങനൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് ഖുർആൻ ഓതുമ്പോ നല്ല ഭംഗിയായ ശബ്ദത്തിലും ശൈലിയിലും ആണ് ഓതാൻ. അതിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണിത്. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞ നോക്കി നിങ്ങള്. ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബ് വ അസ്വാതിഹ. എന്താ പറഞ്ഞേ? നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. നമുക്കൊക്കെ അറിയാലല്ലേ, നമ്മൾ ഈ അറബിയാളൊക്കെ ഓതുന്ന വീഡിയോ യൂട്യൂബിലൊക്കെ കാണൂല, നല്ല രസമല്ലേ കേൾക്കാന്. അപ്പൊ അതേമാതിരി നമ്മുടെ ഓത്തും എന്താവും? ആ ശൈലിയിലേക്ക് മാറ്റുക. നിങ്ങളെ ഓത്ത് കേൾക്കാൻ എന്തുണ്ടാവും? നല്ല രസം ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ വേണം നമ്മളും ഓതാന്. അപ്പൊ ഈ പറയപ്പെട്ട 3 ബോക്സിലും പറഞ്ഞ ആയത്തും ഹദീസും അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കട്ടോ. ഇനി ഈ പേജിൽ അവസാന ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ. എന്താ പറയണേ? ഖുർആൻ അറബി ഭാഷയിലായതിനാൽ മറ്റൊരു ഭാഷാ ശൈലിയുടെയും കലർപ്പില്ലാതെ ശുദ്ധമായ അറബിയിൽ തന്നെ അത് പാരായണം ചെയ്യണമെന്ന് കൽപ്പനയാണിത്. അപ്പൊ നമ്മൾ ഓതുമ്പോ എന്താണ്? ഖുർആൻ ഓതുമ്പോ അറബി ഭാഷയിൽ തന്നെ ഓതണം. അതിനുള്ള കൽപ്പനയാണ് ഈ പറയപ്പെട്ട ഹദീസ്. പാരായണത്തിൽ മറ്റു ഭാഷയുടെ ശൈലിയോ ഉച്ചാരണ രീതിയോ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ എന്താവൂല? കേൾക്കാന് രസം ഉണ്ടാവൂല. ഖുർആൻ ഓതണ കേൾക്കുമ്പോ നല്ല രസമുള്ള ഓതാണെങ്കിൽ നമ്മൾ കേട്ടുന്ന് പോകൂലേ. അപ്പൊ ആ രൂപത്തിൽ തന്നെ ഓതണം കേട്ടോ. നല്ല ഭംഗിയിൽ ഓതണം, നല്ല എല്ലാരും കേൾക്കുള്ളൂ. ബാക്കി നോക്കി. നമ്മുടെ പാരായണത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാരായണം ആകർഷണീയവും മികച്ചതുമാക്കാം. അപ്പൊ നമ്മൾ ഓത്ത് നല്ല ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ രൂപത്തിൽ നമ്മൾ ഓതിയാലും നമ്മൾ ഓത്ത് കേൾക്കാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ എന്താ നോക്കി നിങ്ങള്. അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. അഥവാ ഓരോ അക്ഷരങ്ങളും എവിടുന്നാണോ ഉച്ചരിക്കേണ്ടത്, അഥവാ തൊണ്ടക്കുഴിന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ തൊണ്ടക്കുഴിന്ന് തന്നെ ഉച്ചരിക്കേണ്ടി വരും. കട്ടി കൂട്ടി പറയേണ്ട അക്ഷരങ്ങൾ കട്ടി കൂട്ടി പറയണം. അപ്പോഴെന്താവുള്ളൂ? ഓത്തുന്നത് കേൾക്കാന് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, മീമിലും നൂനിലും ഉന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. അപ്പൊ മീമും നൂനൊക്കെ വന്നിക്കണുണ്ടെങ്കിൽ, മണിക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്താവണം? കൃത്യമായ കണക്കനുസരിച്ച് മണിക്കണം. അല്ലാതെ മിൻ റബ്ബി എന്ന് പറഞ്ഞ ഓതി പോയിട്ട് കാര്യമില്ല. മിൻ റബ്ബി അവിടെ മണിക്കണം എന്നുണ്ടെങ്കിൽ എന്താവണം? മണിക്കണം. അങ്ങനെ ഓതുമ്പോഴേ കേൾക്കാൻ രസം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ്
ദീർഘശബ്ദം അതായത് എന്താണ് മദ് നീട്ടാണ്ടാവുമല്ലോ എന്ന് പറയണേ മദ്. മദ് കൊടുക്കേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. അപ്പൊ നീട്ടാലോടത്ത് എന്താവണം? നീട്ടണം. ഉലാ അവിടെ നീട്ടേണ്ടടുത്ത് നീട്ടേണ്ടി വരും. അല്ല ഉലായിക്ക എന്ന് പറഞ്ഞ പോയാൽ എന്താവൂല, കേൾക്കാന് രസം ഉണ്ടാവൂല. നീട്ടാലോടത്ത് നീട്ടന്നെ വേണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഖിറാഅത്ത് വളരെ ഭംഗിയുള്ളതാവും. ഇനി നാലാമത്തെ കാര്യാണ് കനശബ്ദവും അഥവാ തഫ്ഈമ്, ലഘുശബ്ദവും തെർക്കീക്ക് അഥവാ കട്ടി കൂട്ടി പറയേണ്ട ശബ്ദങ്ങള് കട്ടി കുറച്ച് പറയേണ്ട, അതിനാണ് തെർക്കീക്ക് അറിയട്ടോ. കൊടുക്കേണ്ട അക്ഷരങ്ങൾക്ക് അവ കൃത്യമായി കൊടുക്കുക. അഥവാ കുത്തുബുജദ്ദിന്റെ അക്ഷരങ്ങൾക്ക് നല്ല കട്ടി കൊടുക്കേണ്ടി വരും. അവിടെ കട്ടിയിൽ തന്നെ കൊടുക്കണം. ഇനി കട്ടി കുറച്ച് പറയേണ്ട അക്ഷരങ്ങളുണ്ടാവും. ആ സമയത്ത് എന്താവണം? കട്ടി കുറക്കും വേണം. അപ്പൊ റായിനൊന്നും അങ്ങനെ ഒന്നായിട്ട് കട്ടി കൊടുക്കാൻ പറ്റൂല. അതൊക്കെ നമ്മൾ മുമ്പ് തജ്വീദുകളിൽ പഠിച്ചതാണ് അക്ഷരങ്ങളൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തില് ഓതട്ടോ. ഇനി അടുത്ത പോയിന്റ് ആണ് വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ ശബ്ദം നിയന്ത്രിച്ച് നിയമാനുസൃതം വഖഫ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണോ വഖഫ് ചെയ്യേണ്ട രൂപം ആ രൂപത്തിൽ തന്നെ എന്താവണം? വഖഫ് ചെയ്യണം. ഇപ്പൊ ചിലയിടത്ത് തെൻവീനാണ്ടെങ്കി അവിടെ എങ്ങനെ വഖഫ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ചിലയിടത്ത് നീട്ടാനാണ്ടെങ്കിൽ എങ്ങനെ വഖഫ് ചെയ്യേണ്ടതെന്നൊക്കെ ആ രൂപത്തിൽ തന്നെ എന്താവുക വഖഫ് ചെയ്യുക. അപ്പൊ നല്ല രസം ഉണ്ടാവും നമ്മൾ ഓത്ത് കേൾക്കാനും. ഇനി അവസാനത്തെ പോയിന്റ് ആണ് കാരികളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ട് പരിശീലനം നേടുക. അപ്പൊ നമുക്ക് ഉസ്താദുമാർക്കൊക്കെ ചിലപ്പോ എന്താവും ക്ലാസ്സിൽ നിന്ന് ഖിറാഅത്ത് ഇട്ടുണ്ടാവും. അല്ലാണ്ടെങ്കിൽ നമുക്ക് ഖുർആന് ഓതി പഠിക്കുമ്പോ തന്നെ നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് കേട്ട് പഠിച്ചാൽ നമ്മളും ആ രൂപത്തിലായി മാറും. അപ്പൊ നമ്മുടെ ഖുർആൻ കേൾക്കാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിലൊക്കെ ചെയ്യട്ടോ. ഇവയെല്ലാം പഠിച്ചും പരിശീലിച്ചും ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ രൂപത്തിലൊക്കെ പഠിച്ച് നമ്മൾ പഠിച്ച തജ്വീദിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നല്ല രൂപത്തില് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്തുകൾ നോക്കട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉത്തരം എഴുതുക. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ഭാഷയിലാണ്? ആരുടെ ഭാഷയിലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? ആൻസർ എന്താണ്? അറബികളുടെ ഭാഷയിൽ ട്ടോ, അറബികളുടെ ശൈലിയിൽ. രണ്ടാമത്തെ ചോദ്യാണ് പാരായണത്തിൽ ശബ്ദഭംഗി ഉണ്ടാവണമെന്ന് പറഞ്ഞതാര്? ആരാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നല്ല ശബ്ദഭംഗി ഉണ്ടാവണം എന്ന് പറഞ്ഞത്? ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി അടുത്ത ചോദ്യാണ് ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് 2 കാര്യങ്ങള്? അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മീമിലും നൂനിലും ഉന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ള നമ്മൾ പാടെടുത്ത സമയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് നോക്കട്ടെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. അടുത്ത ചോദ്യമാണ് അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ് ആരെയാണ് അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടം? വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഹദീസ് ഏതാണ്? ഹദീസ്? സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഹദീസുകളും ആയത്തുകളും അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എക്സാമിന് ചോദിക്കും എന്നുള്ളത് കേട്ടോ. ഇനി നമ്മളെ പാഠഭാഗത്തിൽ വന്ന എല്ലാ ആയത്തുകളും ഹദീസുകളും അതിന്റെ അർത്ഥങ്ങളാണ്. അപ്പൊ അതൊക്കെ നല്ലോണം പഠിക്കട്ടോ. നോക്ക് ഏതായാലും ഒന്ന്. വറത്തിലുൽ ഖുർആന തർത്തീല. നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. രണ്ടാമത്തത് സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ അഥവാ ഖുർആൻ പാരായണത്തെ മനോഹരമാക്കുക. മൂന്നാമത്തേതാണ് ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വ അസ്വാതിഹാ. നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. അപ്പൊ നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചതനുസരിച്ച് പാരായണം ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.